ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. 4 തരം സോപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. റോസപ്പൂവും മിട്ടിയും വെച്ച് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ലെമൺ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, പപ്പായ സോപ്പും ആര്യവേപ്പും തുളസിയിലയും വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഞാൻ കറ്റാർവാഴ ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ സോപ്പും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് തുളസിയും ആര്യവേപ്പും കറ്റാർവാഴയും ഉപയോഗിച്ചുള്ള സോപ്പാണ്. മെയിനായിട്ട് വേണ്ടത് സോപ്പ് ബേസ് ആണ്. പിന്നെ ഞാൻ കറ്റാർവാഴ ഒരു ചെറിയ തണ്ട് എടുത്തിട്ടുണ്ട്, ആര്യവേപ്പില ഒരു പിടിയിലധികം എടുത്തിട്ടുണ്ട്, തുളസി ഇലയും ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ ആ സമയത്ത് പറയാം. സോപ്പ് പീസ് ആദ്യം മുറിച്ചെടുക്കാം. നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് പീസ് തന്നെ മേടിക്കണം. ക്വാളിറ്റിയുള്ള സോപ്പ് പീസ് നല്ല ഹാർഡായിരിക്കും, മുറിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിക്കേണ്ട, പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഞാൻ അങ്ങനെ 300 ഗ്രാം സോപ്പ് പീസ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത ആര്യവേപ്പിൻ്റെ ഇലയും തുളസി ഇലയും മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ കറ്റാർവാഴയും കൂടി ചേർത്ത് അടിച്ചെടുക്കാം. ഒരു അരിപ്പയിൽ വെച്ച് ഇത് അരിച്ചെടുക്കാം. നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞാലേ ഇതിൻ്റെ സത്ത് മുഴുവനും കിട്ടുള്ളൂ. സോപ്പ് ബേസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കണം. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടാകണം. അത് തിളച്ചതിന് ശേഷം ഒരു പാൻ വെക്കുക. ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇത്രയും ജ്യൂസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഓരോ ടീസ്പൂൺ വീതം ഗ്ലിസറിനും റോസ് വാട്ടറും ചേർക്കുന്നുണ്ട്. കളർ കിട്ടാൻ വേണ്ടി കുറച്ച് ഗ്രീൻ കളർ ഞാൻ ചേർക്കുന്നുണ്ട്. എല്ലാവർക്കും കളറും മണമാണല്ല വേണ്ടത്. 3 വൈറ്റമിൻ ഇ ക്യാപ്സൂളും ചേർക്കുന്നുണ്ട്. ഒരു പിന്നി വെച്ചോ കത്രിക വെച്ചോ അറ്റം ഒന്ന് പൊട്ടിക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. സോപ്പ് പേസ്റ്റ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഈ ജ്യൂസ് സോപ്പ് പേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മണത്തിന് വേണ്ടി ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാം. ഇനി ഇത് മോൾഡിലേക്ക് മാറ്റാം. 4-5 മണിക്കൂറിന് ശേഷം ഇത് സെറ്റ് ആവുന്നതാണ്. ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കിയത്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് എടുക്കുന്നത്. എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ സോപ്പ് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ 300 ഗ്രാം സോപ്പ് ബേസാണ് എടുത്തത്. 100 ഗ്രാമിൻ്റെ 3 സോപ്പുകൾ ഉണ്ടാക്കി. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ലെമൺ സോപ്പാണ്. ഇതിനുവേണ്ടി ഞാൻ 3 ലെമൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിൻ ഇതേപോലെ ചെത്തിയെടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ചെത്തിയെടുക്കാനായിട്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കൂടെ ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി പിഴിഞ്ഞിടാം. അതിനുശേഷം ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരു അരിപ്പയിൽ വെച്ച് ഇതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കണം. അരിപ്പയിൽ ഒരു തുണി വെച്ച് അരിച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇത്രയും ജ്യൂസാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോപ്പ് ബേസ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഇതൊരു പാനിലേക്ക് മാറ്റാം. അതിനുശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം റോസ് വാട്ടറും ഗ്ലിസറിനും ഇട്ട് കൊടുക്കുക. 2-3 തുള്ളി കളറും ആഡ് ചെയ്യാം. വേണമെങ്കിൽ ലെമണിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഇതിൽ ആഡ് ചെയ്യാം. ആവശ്യം ഉണ്ടാവില്ല, ലെമണിൻ്റെ മണം നന്നായിട്ട് തന്നെ ഉണ്ടാവും. ഇനി ഇത് ചൂടോടെ തന്നെ മോൾഡിലേക്ക് മാറ്റാം. ഇനി ഇത് 4 മണിക്കൂർ എവിടെയെങ്കിലും അനക്കാണ്ട് വെക്കണം. 4 മണിക്കൂറിന് ശേഷം ഇത് മോൾഡിൽ നിന്നും എടുക്കാം. ബാക്കി കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മിഠായിക്ക് ഉണ്ടാക്കണ മോൾഡിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സാമ്പിൾ സോപ്പ് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വല്ല യാത്രയൊക്കെ പോകുന്ന നേരത്ത് നമുക്ക് കൈ കഴുകാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന സോപ്പ് റോസപ്പൂവും മുൾത്താണി വെട്ടിയും ഉപയോഗിച്ചാണ്. ഇതിനുവേണ്ടി കുറച്ച് റോസപ്പൂ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എതിളുകളെല്ലാം അടർത്തിയെടുക്കണം. അതിനുശേഷം കഴുകി ഒരു ടിഷ്യൂ പേപ്പറിൽ ഉണക്കാൻ വെക്കാം. സോപ്പ് ബേസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി ഒരു പാനിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സോപ്പ് പീസ് മെൽറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്.
ഒരു ബൗളിലേക്ക് 2 സ്പൂൺ മുൾത്താണി മിട്ടി ഇട്ട് കൊടുക്കാം. ഇത് വെള്ളം ഉപയോഗിച്ചല്ല മിക്സ് ചെയ്യുന്നത്, വീട്ടിലുണ്ടാക്കിയ റോസ് വാട്ടർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്. കുറേശ്ശെ റോസ് വാട്ടർ ഉപയോഗിച്ച് കട്ട കെട്ടാണ്ട് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് 2 സ്പൂൺ ഗ്ലിസറിൻ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടകളെല്ലാം നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. സോപ്പ് പീസെല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നമ്മൾ ഈ മിക്സ് ചെയ്ത മിശ്രിതം സോപ്പ് പീസിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അത് ഒന്നുകൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുക്കാം. മണത്തിന് വേണ്ടി ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 5-8 തുള്ളി ഒഴിച്ചു കൊടുക്കാം. കളർ ഇത് തന്നെ മതി, കളറിന് വേണ്ടി ഒന്നും ചേർക്കേണ്ടതില്ല. മോൾഡിൽ കുറച്ച് റോസപ്പൂ ഇട്ട് കൊടുക്കാം. ഇത് വീട്ടിലുണ്ടായ റോസപ്പൂവാണ്. ഇതിന് മീതെ സോപ്പ് പീസിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. 4 മണിക്കൂറാകുമ്പോഴത്തേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും. നമുക്കിത് മോൾഡിൽ നിന്നും മാറ്റാം. ഇതിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത് മുൾത്താണി മിട്ടി മിക്സ് ചെയ്യാൻ നേരത്ത് കുറച്ച് ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. പക്ഷേ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും കട്ടകളൊന്നും അതിൻ്റെ അകത്ത് കാണില്ല. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് പപ്പായ സോപ്പാണ്. സോപ്പ് പീസ് ചെറുതായിട്ട് അരിഞ്ഞ് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാം. സോപ്പ് പീസ് മെൽറ്റാണ് സമയം കൊണ്ട് നല്ല പഴുത്ത കുറച്ച് പപ്പായ മിക്സിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ 1 ബൗളാണ് എനിക്ക് കിട്ടിയത്. പപ്പായയുടെ ഗുണം കിട്ടണമെന്ന് വിചാരിച്ച് കുറേ പപ്പായൊന്നും എടുക്കരുത്. സോപ്പ് പീസ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് മിക്സിയിൽ അടിച്ചെടുത്ത പപ്പായയുടെ മിശ്രിതം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഓരോ സ്പൂൺ വീതം റോസ് വാട്ടറും ഗ്ലിസറിനും ഒഴിച്ചെടുക്കാം. ഇത് ചൂടോടെ തന്നെ മോൾഡിലേക്ക് മാറ്റാം. 4 മണിക്കൂറിന് ശേഷം ഇത് സെറ്റാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം കുറച്ച് സാമ്പിൾ സോപ്പ് കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രത്തിലും സോപ്പ് ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് എണ്ണ തടവിയിട്ട് വേണം സോപ്പ് ബേസ്ഡ് ലിക്വിഡ് ഒഴിക്കാനായിട്ട്. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you for watching my video.